15ഉം 20ഉം 25ഉം ആനകളെ കൂച്ചുവിലങ്ങിട്ട് ക്ഷേത്രങ്ങളിൽ ഉത്സവം നടത്താറുണ്ട്. ആനയെ അമ്പലത്തിലേക്ക് എത്തിക്കുന്നത് മുഴുവനും ബ്രോക്കർമാരാണ്, മീഡിയേറ്റർമാരാണ്. അവരാണ് ആനയുടെ ഫ്ലക്സ് എല്ലാം വെച്ച് ആനയ്ക്ക് വേണ്ടി 3 ലക്ഷവും 4 ലക്ഷവും അമ്പലക്കാരെ കൊണ്ട് ചെലവഴിപ്പിക്കുന്നത്. നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കുക. ഇത്രയും ആനകളെ കൂച്ചുവിലങ്ങിട്ട് ഒരു അമ്പലത്തിൽ പ്രദക്ഷിണം വെപ്പിച്ച് 10-40 ലക്ഷം രൂപ ചെലവാക്കിയിട്ട് ഏതെങ്കിലും ഒരു ഈശ്വരൻ കഥാരൂപത്തിലെങ്കിലും എനിക്ക് ആനപ്പുറത്ത് കയറണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് ആനപ്പുറത്ത് ഇരിക്കുന്നതാണ് ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ എന്തിനാണ് ഈ ആനകളെ, പാവപ്പെട്ടതാണ് ആനകൾ, ഒരു ഈർക്കിലി കൊണ്ടടിച്ചാൽ വേദനിക്കുന്നതാണ്. 10 അടി മാത്രം കൊടല് നീളമുള്ള ഒരു ആനയാണ്, ഒരു ജീവിയാണ് ആന. സ്വേദഗ്രന്ഥികളില്ല, വിയർപ്പ് ഗ്രന്ഥികളില്ല അതിന്. അതുകൊണ്ട് ചൂട് സഹിക്ക വയ്യാതെ അത് കിടന്ന് പെടയുന്നതാണ്. അതിന് തിന്നാൻ കൊടുക്കുന്നത് ആസാമിലും നാഗാലാൻഡിലും ബംഗാളിലും എല്ലാം വാഴയാണ്. ഈ പനയും തെങ്ങിന്റെ ഓലയുമല്ല, വെറും നാര് മാത്രമുള്ള സാധനമാണ് നമ്മൾ ആനയ്ക്ക് തിന്നാൻ കൊടുക്കുന്നത്. അങ്ങനെ ഭക്ഷണവും ചൊവ്വേനേരെയില്ല. 10 അടി നീളമുള്ളത് 15 മിനിറ്റ് കൊണ്ട് തിന്നത് അത് പുറത്തേക്ക് വരുന്ന ആനയെ കൂച്ചുവിലങ്ങിട്ട് മനുഷ്യൻ ആനയെ മാത്രം, ഒരൊറ്റ ജീവിയെ മാത്രമാണ് ഇണചേരാൻ അനുവദിക്കാത്തത്. അതുകൊണ്ട് കേരളത്തിൽ മാത്രമേ ആനകൾക്ക് മതംപാട് ഉള്ളൂ, മതം പൊട്ടുന്നുള്ളൂ. അതിന് പ്രകൃതി കൊടുത്തിരിക്കുന്നത് പോലും നമ്മൾ നൽകാതെ നമ്മൾ ആനയെ കാണുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ പല പാപ്പാന്മാരും മൂക്കറ്റം വെള്ളമടിച്ച് അതിനെ തല്ലുന്നതും അതിനെ ഉപദ്രവിക്കുന്നതും കാണുന്ന ആ കാഴ്ചയെല്ലാം കാണുമ്പോൾ ഞാൻ ക്ഷേത്രത്തിലെ ഭാരവാഹികളോട് പറയുന്നു, നമുക്ക് ആനയെ ഒഴിവാക്കാം. വേണമെങ്കിൽ 1ഓ 2ഓ അതിൽ കൂടുതൽ നമുക്ക് ആവശ്യമില്ല. നമുക്ക് കുറെ കൂടി ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തില് നമ്മുടെ ക്ഷേത്ര കർമ്മങ്ങളും ആചാരങ്ങളും ഒന്ന് മാറ്റാൻ ശ്രമിച്ചൂടെ?